എല്ലാവരും മുന്നേ നമ്മളിട്ട വ്ളോഗിൽ കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിങ്ങനെ പറയണതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് എനിക്ക് വന്ന ഒരു സജഷൻ്റെ വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ റെഫ്രിജറേറ്റർ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പോയി ഗ്രോസറിയും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുകയെന്ന് തുടങ്ങുമ്പോഴാണ് എനിക്ക് ഓർമ്മ, ഓക്കെ എന്നാൽ പിന്നെ അതിനെ പറ്റിയിട്ട് എങ്ങനെ എൻ്റെ റെഫ്രിജറേറ്റർ ഓർഗനൈസ് ചെയ്യുന്നതും അതിൽ ഞാൻ ഉള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു കുട്ടി വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് മുന്നേ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് പുതിയത് ഭയങ്കര റെഫ്രിജറേറ്റർ ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമ്മുടെ ഹയറിൻ്റെ ആണ് ഇത്. ബോട്ടം ഫ്രീസറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബോട്ടം ഫ്രീസർ വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ, മറ്റേത് എപ്പോഴും നമ്മൾ ഇവിടെ കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ ഫ്രീസറിൻ്റെ ഉപയോഗം വളരെ കുറവാണ് ആക്ച്വലി. അതായത് തണുത്ത വെള്ളം വെക്കുന്ന പരിപാടി, സത്യം പറഞ്ഞാൽ ഐസ് പോലും അങ്ങനെ തണുത്ത വെള്ളം കുടിക്കാൻ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല. പിന്നെ ഈ നോൺ വെജ് കുറേ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന പരിപാടിയില്ല. നമ്മൾ എന്തെങ്കിലും ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഫ്രഷ് ആയിട്ട് ഏത് ദിവസമാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ പോയി വാങ്ങിക്കും. ഞാൻ ഫ്രീസറിൽ വെക്കാറില്ല. വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് ഭയങ്കര ഉപകാരമായിരിക്കും. എനിക്കത് ഫ്രഷ് ആയിട്ട് പോയി വാങ്ങിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടും എന്നും ഡെയിലി കിട്ടുന്നതുകൊണ്ടും എൻ്റെ ഫ്രീസർ എന്ന് പറയുന്നത് ഒരു ഉപയോഗമില്ലാത്ത സംഭവങ്ങളാണ്. ഫ്രീസർ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, ഫ്രിഡ്ജിൻ്റെ ഏരിയ ഭയങ്കര കൂടുതൽ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല നമ്മളെപ്പോഴും താഴെയാണ്, അതായത് ഫ്രീസർ ആയിരിക്കും മേലെ. പിന്നെ എന്ത് പച്ചക്കറി വെജിറ്റബിൾസ് എടുക്കണമെങ്കിൽ ഇങ്ങനെ കുമ്പിട്ട് എടുക്കണമല്ലോ. അപ്പോൾ കുമ്പിടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അത് തോന്നി കുറേ കാലമൊക്കെ കഴിയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, എല്ലാ സാധനവും ഇങ്ങനെ കുമ്പിട്ട് എടുക്കണ്ടേ. ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല, ഡയറക്റ്റ് ഇങ്ങനെ തുറന്ന് എടുക്കാം എന്നുള്ളത് കൊണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് സ്പേസ് ഭയങ്കരമായിട്ട് വേണം, ഈ വെജിറ്റബിൾസ് വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ പാത്രങ്ങൾ കുറേ ഉണ്ടാവുമല്ലോ എൻ്റെ സാധനങ്ങളാണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ സ്പേസ് കുറച്ച് കൂടുതൽ. ഫ്രീസർ ആക്ച്വലി പേരിനൊരു ഫ്രീസർ മതി. അത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുൾ കാലി ഫ്രീസറാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഐസ് പോലും വെക്കാറില്ല, കാരണം നമ്മൾ ആരും തണുത്ത വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുള്ളവരല്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇത് നമ്മൾ നോക്കിയപ്പോൾ മിക്സ് റിവ്യൂ ആണ് വന്നത്. അതായത് ആക്ച്വലി ബോട്ടം ആണ് ഇത് ഫ്രിഡ്ജിൻ്റെ ഇത് വേണ്ടത്. അതായത് ഫ്രീസർ ഭാഗം എപ്പോഴും മുകളിലേക്ക് ആവുമ്പോഴാണ് അതിൻ്റെ സർക്കുലേഷനൊക്കെ കുറച്ചും കൂടെ നന്നാവുക. അങ്ങനെ പല റിവ്യൂ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഹയറിൻ്റെ റിവ്യൂ ചോദിച്ചപ്പോൾ എല്ലാവരും കംപ്ലയിൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്തത്. അത് ഓരോരുത്തർക്ക് അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ എങ്ങനെയാണ്, കൂടുതൽ നോൺ വെജ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഫ്രീസർ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ വലിയ ഫ്രീസറുള്ള ഫ്രിഡ്ജായിരിക്കും കുറച്ചും കൂടെ നന്നാവാന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ചിലവരത് ഇത് കൺവേർട്ടബിളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ കൺവേർട്ടബിളും ഒരു നല്ല ഓപ്ഷനാണ് പറഞ്ഞു. പക്ഷേ ഫ്രീസറേ ഉപയോഗിക്കാത്ത നമുക്ക് വെറുതെ ഇനി ഒരു ഫ്രീസറിൻ്റെ വാങ്ങിച്ച് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കൺവേർട്ടബിൾ ഒന്നല്ല കേട്ടോ, കൺവേർട്ടബിൾ സംഭവമല്ല. പക്ഷേ ഇത് എന്താ പറയുക, നമുക്കിങ്ങനെ വേറെ കുറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ നമ്മൾ ഓപ്പൺ കിച്ചൺ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇവിടെയാണ് ഫ്രിഡ്ജ് വരിക എന്ന് മനസ്സിലാക്കിയുകൊണ്ട് നമ്മൾ ഓൾറെഡി മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മാഗ്നറ്റ് വെക്കണം എന്നും അതിനനുസരിച്ചിട്ട് ചെയ്യണം എന്നുള്ളതും നമ്മുടെ ഒരു കിച്ചണിൽ അനുസരിച്ചിട്ടാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ഫ്രണ്ടിൽ വെക്കുന്നേക്കാളും എൻ്റെ മാഗ്നറ്റ്സ് കുറച്ചും കൂടി സേഫ് ആവുക അവിടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. പ്രത്യേകിച്ച് ഓർഗനൈസ് ചെയ്യാൻ പണിയൊന്നുമില്ല. ആദ്യം ഞാൻ എപ്പോഴും ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ അതെല്ലാതും ഒരു എന്താ പറയുക ഓർഗനൈസർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് എല്ലാതും മാക്സിമം അറേഞ്ച് ചെയ്യുക. ഇതുപോലത്തെ എല്ലാ ഓർഗനൈസറും ആദ്യം എടുത്ത് പുറത്തേക്ക് വെക്കുക, എന്നിട്ട് ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതാണ് ഞാൻ ആദ്യം ചെയ്യണ പണി കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക നേരമൊന്നും നമുക്ക് എടുക്കില്ല. സോ എവറി വീക്കിലാണ് ഞാനിവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അത്രയ്ക്കുള്ളതാണ് വാങ്ങാറുള്ളൂ, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് വാങ്ങാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേടുവരിക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ചെറിയ ഒരു ക്ലീനിങ് പരിപാടിയാണ്. നമ്മൾ വെജിറ്റബിൾസും എല്ലാതും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുടയ്ക്കുക. അതൊരു ഡ്രൈ ക്ലോത്തുമായിട്ടും വെറ്റ് ക്ലോത്തുമായിട്ടും ഒന്ന് തുടച്ച് എടുക്കണം കേട്ടോ.
അത് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാത്തിനും നമ്മൾ സ്റ്റോറേജ് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫ്രിഡ്ജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഇതൊരു കണ്ടെയ്നർ സെറ്റാണ്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതേപോലെ തന്നെ പിക്കിൾസോ അല്ലെങ്കിൽ മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ബോട്ടിൽസൊക്കെ വെക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ മൾട്ടി പേർപ്പസ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ തൽക്കാലം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഈ തക്കാളി ഓറഞ്ച് പോലെയൊക്കെ അങ്ങനെ അടച്ച് വെക്കാൻ പറ്റാത്ത കുറേ ക്വാണ്ടിറ്റി ഉള്ളത് ഇങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതാണ് വെക്കാറ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിക്കിൾസും അല്ലെങ്കിൽ മസാലയൊന്നും വെക്കാനുള്ള സ്പേസ് സൈഡിലില്ലാത്ത ഫ്രിഡ്ജാണെങ്കിൽ ഇങ്ങനത്തെ ഇതിൽ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ, ബോട്ടിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ടും പിന്നെ കുറേ സ്പേസിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി അങ്ങനെ ഒരു കണ്ടെയ്നർ സ്റ്റോറേജ് സെറ്റാണ് കേട്ടോ. ഇതൊരു 3-4 എണ്ണമാണ് ഇതൊരു സെറ്റിൽ വരുന്നത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ, പ്രൊഡക്റ്റുകൾ ഞാൻ ടാഗ് ചെയ്യാം. അതുപോലെ ഇത് നമുക്ക് ഫ്രിഡ്ജിലും കിച്ചണിലും എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ, ഇതുപോലത്തെയാണ്. ഇതിലാണ് ഞാൻ നമ്മുടെ മസാലപ്പൊടി ദഹി സംഭവങ്ങൾ എല്ലാതും വെക്കാറുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു 6 എണ്ണത്തിൻ്റെ ഒരു കണ്ടെയ്നർ സെറ്റാണ്, സ്റ്റോറേജ് ബോക്സ് പോലെയാണ് വരുന്നത്. ഇത് അടച്ചു വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഒരു ഡ്രെയിനർ സെറ്റോട് കൂടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴെ ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട്. പിന്നെ കുറേ പേരന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ടിഷ്യൂവിൽ വെച്ചാൽ ഒരുപാട് കാലം കേടുവരാതിരിക്കുന്നു. ഇങ്ങനെ വെച്ചാലും ഈ ഒരു ഡ്രെയിനർ കണ്ടെയ്നർ സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലാതെ തന്നെ കേടുവരാതിരിക്കും. ഞാൻ പറയുന്ന ഒരു മാക്സിമം 1 week to 2 weeks വരെ വെക്കുന്നവർക്കുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതൊരു 6 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു 6 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ ഇതുപോലത്തെ ഒരു വലിയ ഒരു 5-6 സ്റ്റോറേജിന് ഇതൊരു 5 എണ്ണത്തിൻ്റെയാണ് ഒരു വലിയ ബോക്സ് കേട്ടോ. ഇതും ഓൺലൈനിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലെമണോ ഗാർലിക്കോ ജിഞ്ചറോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് അടച്ചു വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഞാൻ മസാലകളെല്ലാം നമ്മളിങ്ങനെ പാക്കറ്റിൽ തുറന്ന് വെച്ചിട്ടുള്ള മസാലാസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ഒരു നമ്മളിങ്ങനെ അടപ്പുള്ളതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. ഇത് ആക്ച്വലി ലെമൺ ചില്ലി ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ ബോക്സാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാൻ അതിനല്ല യൂസ് ചെയ്യുന്നത് നമ്മളുള്ള ചിക്കൻ മസാലാസ്, മീറ്റ് മസാല, നമ്മുടെ കയ്യിൽ ഒരുപാട് മസാലകൾ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. അടയ്ക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ മസാലയുടെ സ്മെല്ല് മുഴുവൻ ഫ്രിഡ്ജിൽ പരക്കും. അപ്പോൾ അതുകൊണ്ട് മസാലാസ് കൂടുതൽ കാലം കേട് വരാതിരിക്കാനും എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുകയാണ് നല്ലത്. അപ്പോൾ പരത്തി വെക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഒരു അടപ്പുള്ള ബോക്സിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ദഹി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള കുഞ്ഞു സാധനങ്ങൾ വെക്കാൻ നമുക്ക് ഇങ്ങനത്തെ ടേൺ ചെയ്യാനുള്ള ഒരു ബോക്സും കൂടെ വാങ്ങിക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ സ്പേസ് വേണം തോന്നിയിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഏരിയയിലാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് അച്ചാർ കുപ്പികളും അല്ലെങ്കിൽ മിൽക്കായിട്ടും വേറെ കുറേ സംഭവങ്ങളല്ലേ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ കുറച്ച് സ്പേഷ്യസ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ അതിനുള്ള ഒരു സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ കണ്ടെയ്നർ സെറ്റ് ഫസ്റ്റ് കാണിച്ചതിലാണ് ഇതൊക്കെ നമുക്ക് വെക്കാൻ നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജ് മാത്രമല്ല അതിൻ്റെ പുറത്തെ ഭാഗവും അതുപോലെ തന്നെ സൈഡിലെ മാഗ്നറ്റ്സും ഒക്കെ വീക്ക്ലി ഒന്ന് ക്ലീൻ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ കഴിഞ്ഞു. സംഭവം ഭയങ്കര ഈസിയാണ്. അതായത് എല്ലാ ആഴ്ചയും വാങ്ങുന്ന ആളുകളാണെങ്കിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിലും വീക്ക്ലി വൺസ് ആണെങ്കിലും ഒരു 15 മിനിറ്റ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങും ഇതും കാരണം നിങ്ങൾക്ക് ക്ലോസപ്പും ഇതൊക്കെ കാണിച്ചു തരേണ്ട കാരണം നമുക്ക് വീഡിയോ കുറച്ച് ലെങ്ത് വേണമെങ്കിൽ ടൈം കുറച്ച് അധികം എടുത്തു. എന്നാൽ പോലും എനിക്ക് തോന്നുന്നൊരു 25-30 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടില്ല. അതല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ വെറും ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം 15 മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ആയിട്ട് ഫ്രിഡ്ജ് കിട്ടും കേട്ടോ. കാരണം അത് മാത്രമല്ല ഇതൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ കിച്ചൺ തുടക്കുന്നതിൻ്റെ ഒപ്പം ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഡെയിലി ഒന്ന് ഫ്രണ്ടിൽ തുടച്ചെടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ അത് ഓരോ സ്ഥലത്തെ പൊടിക്കനുസരിച്ച് ഇവിടെ എപ്പോഴും പൊടി എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുക്കും. അതല്ലാതെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ എത്ര ഇന്ന് നന്നായി വെച്ചാലും അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും നമ്മൾ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ളവരാണെങ്കിൽ അറിയാം രാവിലെ ഒരു ധൃതി പിടിച്ചിട്ടുള്ള ഒരു ഇടുക്കലും സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എപ്പോഴും എല്ലാവരും ഫ്രിഡ്ജ് ഇതുപോലെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജാണെങ്കിലും ഇങ്ങനെ ആവില്ല. അപ്പോൾ ഒരാഴ്ച ആകുമ്പോഴേക്കും അത് മാറുന്ന രീതി ഒരു 5% മാറുള്ളൂ. അപ്പോഴേക്കും നമ്മൾ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇത് ഓർഗനൈസ് ചെയ്താൽ എല്ലാ ആഴ്ചയും അത് നല്ല ഭംഗിയിൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ നമുക്ക് പറ്റും. അതേപോലെ ഇത് എൻ്റെ ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ അത് മുന്നത്തെ വീട്ടിലെ വാങ്ങിച്ച ഓർഗനൈസർ, ഇവിടേക്ക് വേണ്ടി വാങ്ങിച്ചല്ല, നിങ്ങൾ മുന്നത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് എൻ്റെ കയ്യിൽ 2-3 വർഷമായിട്ടുള്ള ഓർഗനൈസേഴ്സാണ്, അല്ലാതെ പുതിയതായിട്ട് വാങ്ങിയതല്ല. അപ്പോൾ
ഈ ഓർഗനൈസേഴ്സ് വന്നതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൃത്തിയിൽ ഫ്രിഡ്ജ് ഇരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് തുടങ്ങിയത് കേട്ടോ. കാരണം എല്ലാ വെജിറ്റബിൾസും വൃത്തിയിൽ വെക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ കച്ചറ പോലെ ഇരിക്കും. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫുഡ് ഐറ്റംസ് ഒന്നും ബാക്കിയില്ല. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കുറച്ച് ചോറോ കറിയോ ഒക്കെ ബാക്കി വരികയാണെങ്കിൽ അതും കൂടെ നമുക്ക് വെക്കേണ്ടി വരുള്ളൂ. അപ്പോൾ എല്ലാ വീക്കും ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റുകൾ ഞാൻ പറ്റാവുന്നതൊക്കെ എല്ലാം ഓൺലൈനിൽ വാങ്ങിയത്, ഒന്നും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല, എല്ലാം ഓൺലൈനിൽ വാങ്ങിയത്. എല്ലാത്തിനും വളരെ വില കുറവാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ വേറെയും കുറേ സിബുള്ള ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. പിന്നെ ചെറിയൊരു ടിപ്പായിട്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഫ്രിഡ്ജ് നമ്മൾ പോവാണത് കുറേ കാലത്തേക്കല്ല, 2 വീക്സ് ഒക്കെ പോവുകയാണെങ്കിലൊന്നും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാതിരിക്കുകയായിരിക്കും ഏറ്റവും ബുദ്ധി. കാരണം അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അഥവാ ഇനി ഫ്രിഡ്ജ് നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് പോകണം, കാരണം എത്രയായാലും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാൽ അതൊരു പൂപ്പൽ പിടിച്ച പോലെ ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതല്ല അങ്ങനെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയും പോയിട്ടുണ്ട്. നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഫ്രിഡ്ജ് അങ്ങനെ ഓഫ് ചെയ്തിട്ടൊക്കെ റെഡി ആയിട്ടാണ് പോയത്. അതിന് തിരിച്ചു വന്നാലും അതേപോലെ വേണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെ എല്ലാ സാധനങ്ങളും എടുത്ത് ഒഴിവാക്കി, ഈവൻ സോസ് പോലെയുള്ള എല്ലാം ഒഴിവാക്കി ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഡീപ്പ് ക്ലീൻ ചെയ്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ തുടച്ച് എടുത്ത് തുറന്ന് വെച്ച് അതിൻ്റെ സ്മെല്ല് എത്ര നമ്മൾ തുറന്ന് വെച്ചാലും നമ്മൾ തിരിച്ചൊരു മാസം കഴിഞ്ഞ് വരുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു മണമില്ലാതിരിക്കാൻ കുറച്ച് കുരുമുളക് പൊടിയല്ല, കുരുമുളക് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസിലുള്ള ഒരു സംഭവമാണ്. അത് അടിപൊളിയായിട്ട് വർക്ക് ആവും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിഭയങ്കരമായ ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് തന്നെ വേണം. ഒന്നും അതിൻ്റെ ഉള്ളിൽ വെക്കാനോ അത് ഫുള്ളായിട്ട് തുറന്നിടും വേണം. അപ്പോൾ മാത്രം നമുക്ക് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാനൊന്നും ഒരു മാസം വരെ പോവുകയാണെങ്കിലും അത് ഓഫ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്, വളരെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഫ്രിഡ്ജിൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ബൈ.